ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും അവസാനം നടന്ന കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരുപാട് പേര് ഡിമാൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണിത്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സ്റ്റാൻഡേർഡുള്ള വളരെ നല്ല ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ടഫ് എന്ന് പറയാനൊന്നുമില്ല, എങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. 75/2023 ഇത് 2023 ITI ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്ക് കോമൺ ആയി ടെസ്റ്റായിട്ട് നടന്നതാണ്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യന്, ഓവർസിയർ ഗ്രേഡ് 2 പോലെയുള്ള തസ്തികൾക്ക് ഒരു കോമൺ ടെസ്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആസ് കമ്പയർഡ് ടു അതർ ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് അപ്പോൺ. സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ മെറ്റീരിയലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഒരു മെറ്റീരിയലിൻ്റെ 1 cm² ഏരിയയും 1 cm ലെങ്ത്തുള്ള ഒരു ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസുകൾക്കിടയിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ അത് എന്താണോ ആ മെറ്റീരിയലിനെയും അതേപോലെ തന്നെ ഏതാണോ ആ മെറ്റീരിയൽ ഇപ്പം നിൽക്കുന്ന ടെമ്പറേച്ചർ, അതിൽ രണ്ട് കാര്യങ്ങളെ മാത്രമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുക. ഇത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് അല്ല. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് RS = ρL/A എന്ന് നമുക്ക് പറയാം. ഡയമീറ്റർ ഉണ്ടാവും, ലെങ്ത് ഉണ്ടാവും, റേഡിയസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് ആ കണ്ടക്ടർ മെറ്റീരിയലിനെയും രണ്ടാമത്തത് ടെമ്പറേച്ചറിനെയും മാത്രമാണ്. സോ ഓപ്ഷൻ B is the correct answer. Then, when 5 resistors each of 14 ohm are connected in parallel, then the net resistance of the combination is. Suppose n resistance നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, n റെസിസ്റ്റൻസ് ഓരോന്നിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ R ആണെങ്കിൽ, അത് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R/n ആണ്, വിച്ച് ഈസ് 14/5, ദാറ്റ്സ് ഈക്വൽ ടു 2.8 ohm. സപ്പോസ് ഇത് സീരീസ് കണക്ഷനിലായിരുന്നുവെങ്കിൽ n × R ആണ് നമ്മളുടെ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ D. Given 3 equal resistances, how many combination of these 3 resistances can be made? 3 റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ എത്ര കോമ്പിനേഷൻ പോസിബിൾ ആണെന്നുള്ളതാണ്. ഒന്നാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിനെ രണ്ടിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, മൂന്നിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മൂന്നിനെയും നമുക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ 3 ഈക്വൽ റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞത്, അപ്പോൾ അത് ഓർത്തിരിക്കണം. മൂന്നാമത് നമുക്ക് പറയുന്നത് സീരീസ് പാരലൽ കോമ്പിനേഷൻ ആണ്. 3 റെസിസ്റ്റൻസിന് നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇങ്ങനെയാണ്, ഈക്വൽ റെസിസ്റ്റൻസ് ആകുമ്പോൾ. അല്ലെങ്കിൽ അൺഈക്വൽ ആയിരുന്നെങ്കിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിങ്ങായിട്ട് നമുക്ക് ഓരോരോ കോമ്പിനേഷൻസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഈക്വൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഒരു കോമ്പിനേഷൻ ഇങ്ങനെയാണ്, അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ 4 കോമ്പിനേഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മൊത്തം 4 കോമ്പിനേഷൻ മാത്രമേ 3 ഈക്വൽ റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 4, നോഡ് അനാലിസിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ്. നോഡ് അനാലിസിസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആപ്ലിക്കേഷൻ? നോഡ് അനാലിസിസും മെഷ് അനാലിസിസ് എന്ന് പറയുന്ന രണ്ട് നെറ്റ്വർക്ക് അനാലിസിസിന് 2 മെത്തേഡുകളാണ്. നോഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡ് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുക. ഈ നോഡ് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജംഗ്ഷൻ പോയിന്റുകൾ ബേസ് ചെയ്തുകൊണ്ട് അനാലിസിസ് ചെയ്യുന്നതാണ് നോഡ് അനാലിസിസ്. അല്ലെങ്കിൽ മെഷ് അനാലിസിസ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തത്. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ലൂപ്പ് ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസിനെയാണ് നമ്മൾ മെഷ് അനാലിസിസ് എന്ന് പറയുക. മെഷ് അനാലിസിസ് നമ്മൾ നോർമലി ചെയ്യുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ ബേസ് ചെയ്തിട്ടാണ്. ലൂപ്പ് അനാലിസിസ് ചെയ്യുന്നത് കിർച്ചോഫ് കറണ്ട് ലോ, നോഡ് അനാലിസിസ് ചെയ്യുന്നത് കിർച്ചോഫ് കറണ്ട് ലോ ബേസ് ചെയ്തിട്ടാണ്. മെഷ് അല്ലെങ്കിൽ ലൂപ്പ് അനാലിസിസ് ചെയ്യുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ വെച്ചിട്ടാണ്. നോഡ് അനാലിസിസ് ചെയ്യുന്നത് നമ്മൾ കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ടാണ്. ഓംസ് ലോ എന്ന് പറയുന്നത് I is equal to V/R. The current flowing through a circuit is directly proportional to voltage. ജൂൾസ് ലോ എന്ന് പറയുന്നത് H is equal to I²RT. Clear? Then option B, electric power P is equal to voltage into current. കറക്റ്റ് ആണ്. രണ്ടാമത്തത് റേറ്റ് ഓഫ് എനർജി കറക്റ്റ് ആണ്. എനർജി ബൈ ടൈം മീൻസ് റേറ്റ് ഓഫ് എനർജി. അതല്ലെങ്കിൽ വർക്ക് ഡൺ ബൈ ടൈം, അങ്ങനെയും നമുക്ക് പറയാം. റേറ്റ് ഓഫ് വർക്ക് ഡൺ കറക്റ്റ് ആണ്. കപ്പാസിറ്റി ടു ബിൽഡ് വോൾട്ടേജ്, വോൾട്ടേജ് ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് വോൾട്ടേജ് കപ്പാസിറ്റി. അത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? പവർ എന്ന് പറയാൻ പറ്റില്ല. പവർ എന്ന് പറയണമെങ്കിൽ ഒന്നെങ്കിൽ വോൾട്ടേജിന്റെ കറണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ I²R ആയിരിക്കണം, അല്ലെങ്കിൽ V²/R ആയിരിക്കണം.
അതല്ലെങ്കിൽ വോൾട്ടേജിനെ പറയാവുന്ന മറ്റൊരു ഡെഫിനിഷനാണ് ജൂൾ പെർ സെക്കൻഡ്. നമ്മൾ വോൾട്ടേജിന്റെ പവറിന്റെ യൂണിറ്റ് ആണ്. പവറിന്റെ ഐസാണ് നമ്മൾ പറയുന്നത്. വോൾട്ടേജിന്റെ കറണ്ട് ഈക്വൽ ടു പവർ. റേറ്റ് ഓഫ് എനർജി ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ട് ഈക്വൽ ആണ്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറയുന്നത് പവർ തന്നെയാണ്. 1, 2, 3 ഓപ്ഷൻ സി. ദെൻ the RMS value of a sinusoidal AC current is equal to its value at an angle of RMS value. Sinusoidal waveform നമുക്കറിയാം, ഇങ്ങനെയാണ് സൈനുസോയിഡൽ വേവ്ഫോം എന്ന് പറയുന്നത്. ഇതൊരു സൈക്കിളാണ് സൈനുസോയിഡൽ വേവ്ഫോമിന്റെ. ഈ സൈനുസോയിഡൽ വേവ്ഫോമിന്റെ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഈ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ 90 ഡിഗ്രി ആംഗിൾ വരുന്ന പോയിന്റിനെയാണ് നമ്മൾ പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 0.637 ടൈംസ് പീക്ക് വാല്യൂ എന്നാണ്. 0.637 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇവിടെ ഏകദേശം ഈ ഒരു പോയിന്റിൽ വരും. 0.737 പീക്ക് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ വരും. 0.737 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ഡിഗ്രിയുടെ സൈൻ 45ന്റെ വാല്യൂ ആണ് 0.707 എന്ന് പറയുന്നത്. സോ സൈൻ 45 അല്ലെങ്കിൽ 45 ഡിഗ്രിയിലുള്ള വാല്യൂ ആണ് എത്ര? 0.707 ഓപ്ഷൻ സി. ദെൻ internal resistance of a voltage source and current source are increased. What happened to their power output? Internal resistance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ എ സെൽ അല്ലെങ്കിൽ ബാറ്ററിയെ പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ എ സെൽ ഓർ എ ബാറ്ററി ഈസ് കോൾഡ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് നമ്മൾ ഇക്വേഷൻ വോൾട്ടേജിനെ പറയുകയാണെങ്കിൽ E is equal to V minus I into R. അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് വോൾട്ടേജ് ഡ്രോപ്പ് കൂടും. ഇതാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് പറയുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ഇതാണ്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഡിക്രീസസ് ഫോർ ബോത്ത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് ആർ ഇൻക്രീസ്ഡ്. ഇന്റേണൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് സോഴ്സിന്റെയും ഇൻക്രീസ് ചെയ്തു, കറണ്ട് സോഴ്സിന്റെയും ഇൻക്രീസ് ചെയ്തു. എന്താവും? ഡിക്രീസ് ഫോർ ബോത്ത്, രണ്ടിന്റെയും ഡിക്രീസ് ചെയ്യില്ല. ഇൻക്രീസ് ഫോർ ബോത്ത്, രണ്ടിന്റെയും ഇൻക്രീസ് ചെയ്യില്ല. ഇൻക്രീസ് ഫോർ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഡിക്രീസ് ഫോർ കറണ്ട് സോഴ്സ് അങ്ങനെയല്ല. ഡിക്രീസ് ഫോർ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ഇൻക്രീസ് ഫോർ കറണ്ട് സോഴ്സ്. ഇതാണ് കറക്റ്റ് ആൻസർ. റെഡി? അതായത് കറണ്ട് സോഴ്സിന്റെയും വോൾട്ടേജ് സോഴ്സിന്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സിന്റെ കേസിൽ ഡിക്രീസ് ചെയ്യുകയും കറണ്ട് സോഴ്സിന്റെ കേസിൽ അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഓപ്ഷൻ 8 പീക്ക് ഫാക്ടർ ഓഫ് എ സൈനുസോയിഡൽ വേവ് ഫോം. പീക്ക് ഫാക്ടർ ഓഫ് എ സൈനുസോയിഡൽ വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. പീക്ക് വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. സൈനിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 0.707 ആണ് RMS വാല്യൂ. 1 ഡിവൈഡഡ് ബൈ 0.707 വിച്ച് ഇസ് ഈക്വൽ ടു 1.41. 1.41 ഓപ്ഷൻ സി. ഇതിനെ തന്നെയാണ് √2 എന്നും ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അതും കറക്റ്റ് ആണ്. റെഡി? ദെൻ 1.11 എന്ന് പറയുന്നത് ഫോം ഫാക്ടർ ആണ്. ദെൻ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. The value of equivalent load resistance R to be connected across a battery of terminal of internal resistance R to get maximum power transfer to the load is, which is maximum power transfer theorem. As per maximum power transfer theorem, the maximum power occurred when the load resistance is equal to Thevenin equivalent of the resistance. Load resistance Thevenin equivalent resistance in equal ആവുക. ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ സൈഡിലുള്ള സർക്യൂട്ട് റെസിസ്റ്റൻസ് ആവുമ്പോഴാണ് തെവെനിൻ ഈക്വലന്റ് റെസിസ്റ്റൻസിന് ആവുമ്പോഴാണ് മാക്സിമം എന്ത് വരുന്നത്? പവർ ട്രാൻസ്ഫർ വരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ലോഡ് റെസിസ്റ്റൻസ് ആറും ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ആറും ആണെങ്കിൽ R ഈക്വൽ ടു R ആവുന്ന സമയത്താണ് നമുക്ക് മാക്സിമം പവർ കിട്ടുന്നത്, മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ? അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10. For a battery, the terminal voltage decreases with. For a battery, terminal voltage decreases with. Option number 1, increase in load, decrease in load, increase in electrolyte concentration, decrease in electrolyte concentration. ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ വരുന്നതുകൊണ്ട് ഫോർ എ ടെർമിനൽ വോൾട്ടേജ് V is equal to E minus IR ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഡിക്രീസ് ചെയ്യണം? ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യണം. ഇതിനകത്ത് കറക്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ PSC ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. Then question number 11. In a three-phase system, the voltage between two phase is. രണ്ട് ഫേസിനിടയിലുള്ള വോൾട്ടേജിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് വോൾട്ടേജ്. ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡിന്റെ രണ്ട് ടെർമിനൽക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്. ഒരു ലോഡിന്റെ രണ്ട് ടെർമിനൽക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്.
ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഫേസ് വോൾട്ടേജ്. ഫേസ് ടു ന്യൂട്രൽ വോൾട്ടേജിനെ പറയുന്ന പേരാണ് ഫേസ് വോൾട്ടേജ്. ഫേസ് ടു ഫേസ്, രണ്ട് ഫേസിന് ഇടയിലുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. ഒരു ലോഡിന്റെ രണ്ട് ടെർമിനൽക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്ന പേരാണ് ടെർമിനൽ വോൾട്ടേജ്. ഇൻ എ ത്രീ ഫേസ് സിസ്റ്റം ദ വോൾട്ടേജ് അക്രോസ് ഫേസ് ടു ന്യൂട്രൽ ഈസ് കോൾഡ്, ഇപ്പം നമ്മൾ പറഞ്ഞു, ഫേസ് വോൾട്ടേജ്. ഇത് എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. Then question number 13. For the same line current and line voltage, power taken by delta connection connected load is, power taken by a three-phase load 3 is equal to √3 VLIL cos phi. ഇത് ഡെൽറ്റ കണക്ഷൻ ആവുന്ന സമയത്ത് VL is equal to V phase എന്നും IL is equal to √3 V phase എന്നും √3 I phase എന്നും നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് ഇത് സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ VL is equal to √3 V phase ഉം IL is equal to I phase ഉം. ഇത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമ്മുടെ പവറിന്റെ ഇക്വേഷൻ വേരി ചെയ്യില്ല. വിച്ച് മീൻസ് √3 V phase I phase √3 into √3 3 V phase I phase cos phi. രണ്ട് പവർ സിറ്റുവേഷനിലും രണ്ടും കണക്ഷൻ മാത്രമാണ്. രണ്ട് കണക്ഷനിലും പവറിന്റെ വാല്യൂയിൽ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. ഈക്വൽ ടു സ്റ്റാർ കണക്റ്റഡ് ലോഡ്. Then in a three-phase AC circuit, the sum of all three generated voltages in a three-phase circuit, the sum of all three generated voltage is 0 for symmetrical system. For symmetrical system എന്ന് പറയുന്ന ഒരു വാക്കും കൂടെ ഇവിടെ ഞാൻ ആഡ് ചെയ്യാണ്. സിമെട്രിക്കൽ സിസ്റ്റത്തിലാവുന്ന സമയത്താണ് ഇത് 100% നമുക്ക് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അത് നമ്മൾ സിമെട്രിക്കൽ സിസ്റ്റം ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നത്. Question number 15. If time period of an alternating voltage is increased, what happened to its average value? Time period increase ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് വാല്യൂവിൽ എന്ത് ചേഞ്ച് ആണെന്നുള്ളത്. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ദ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്, ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രം പറയാൻ പറ്റില്ല. സം ഓഫ് ഇൻസ്റ്റന്റ് വാല്യൂസ് പ്ലസ് നമ്പർ ഓഫ് ഇൻസ്റ്റൻസ് വേണം. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ദെൻ in a parallel plate capacitor of capacitance value C, a plate is inserted at the middle of the capacitor. What happened to its capacitance? നമ്മൾ ഒരു പാരലൽ കപ്പാസിറ്റർ ഉണ്ട്, ഇതിന്റെ നടുവിൽ ഒരു പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചു. നടുവിൽ ഒരു പ്ലേറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കപ്പാസിറ്റൻസിൽ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. വൈ? ബിക്കോസ് ഇതിനകത്ത് രണ്ട് കപ്പാസിറ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്ത മാതിരി ഇത് ആക്ട് ചെയ്യും. ഇതൊരു കപ്പാസിറ്റൻസ്, ഇതൊരു കപ്പാസിറ്റൻസ്, രണ്ട് കപ്പാസിറ്റൻസും പാരലലായിട്ട് കണക്ട് ചെയ്ത മാതിരി ആക്ട് ചെയ്യും. സോറി, രണ്ട് കപ്പാസിറ്റൻസ് പാരലൽ അല്ല, സീരീസ് ആണ് ആവുക. രണ്ട് കപ്പാസിറ്റൻസ് ഒരു പ്ലേറ്റ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കപ്പാസിറ്റർ ആവും, ഇതൊരു കപ്പാസിറ്റർ ആവും. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ, ഒരു കപ്പാസിറ്റർ ഇങ്ങനെ, രണ്ട് കപ്പാസിറ്റൻസ് പാരലലായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത മാതിരി ഉണ്ടാവും. രണ്ട് കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1/C1 പ്ലസ് 1/C2, വിച്ച് മീൻസ് C into C ഡിവൈഡഡ് ബൈ 2C. അതായത് ഓരോന്നിൻ്റെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ എന്താവും, 2C ആവും. 2C into 2C ഡിവൈഡ് ബൈ 2C പ്ലസ് 2C, that's equal to C. സെയിം വാല്യൂ തന്നെ ആയിരിക്കും വരിക, റിമൈൻസ് സെയിം. റെഡി? അതായത് എപ്സിലോൺ 0 A/D എങ്ങനെയാണ് 2C വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ 0 A/D ആണ് നമ്മുടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ. ഡിയുടെ വാല്യൂ എന്തായി, ഡിക്രീസ് ചെയ്തു, ഡിവൈഡ് ബൈ 2i, ഹാഫ് ആയി. ഈ ഡിസ്റ്റൻസ് ഹാഫ് ആയി, മിഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് മേലെ പോകുന്ന സമയത്ത് C is equal to 2 epsilon 0 A/D എന്ന് പറയും. ഇത് ഇനീഷ്യൽ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഒരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ 2Cയും ഈ കപ്പാസിറ്റൻസിന്റെ വാല്യൂ 2Cയും. ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C ആയിരിക്കും. Then if RMS voltage of V volt get transferred to another circuit to get a 10 volt RMS, then the impedance of the transfer circuit will be transfer ചെയ്തത് from V volt to 10 volt ആണ്. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 10/V ആണ്, ഇൻറ്റു ഇംപിഡൻസ് ഓഫ് ഒറിജിനൽ സർക്യൂട്ട്, ഇങ്ങനെയാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. അപ്പോൾ ഇത് റേഷ്യോ ആണ്, ടേൺസ് റേഷ്യോ ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് റേഷ്യോ ആണ്. 10/V ഇൻറ്റു ഇംപിഡൻസ് ഓഫ് ഒറിജിനൽ സർക്യൂട്ട്. 10/V ഇൻറ്റു ഇംപിഡൻസ് ഓഫ് ഒറിജിനൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ഹയർ ദാൻ ഇനീഷ്യൽ സർക്യൂട്ട്. ദെൻ അതായത് 10V/1B, 10 ടൈംസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വോൾട്ടേജ് ഫ്രം വോൾട്ടേജ് V to 10 എന്ന് പറയുന്നത്. Then if number of turns, area of core and length of the magnetic path are doubled, what happened to the inductance of the coil?
Inductance of the coil L is equal to mu n square A by L. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് if the number of turns, area of core and length of magnetic part are doubled, എല്ലാം ഡബിൾ ആക്കി, mu 0 into 2n whole square into 2a divided by 2l. ഇത് 2 square എന്ന് പറയുന്നത് 4 ആവും, 4 into 2 8 ആവും, 8 by 2 എന്ന് പറയുന്നത് 4 ആവും. So 4 times mu 0 n square A by L. എത്ര ടൈംസ് ആവും? 4 ടൈംസ് ആവും. Then question number 19. An instantaneous change in voltage is not possible in instantaneous change in voltage and current is not possible in capacitor and inductor. കപ്പാസിറ്ററിനകത്തും ഇൻഡക്ടറിനകത്തും ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് ഓഫ് വോൾട്ടേജും കറണ്ടും പോസിബിൾ ആവില്ല. രണ്ട് ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആണ്, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ചെയ്തിട്ടുണ്ട്. Between 1 milliampere to 20 milliampere electric shock will be 1 milliampere to 20 milliampere ഉള്ള ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് പെയിൻഫുൾ ഷോക്കാണ്. ജസ്റ്റ് ബിയറബിൾ റേഞ്ച് എന്ന് പറയുന്നത് 5 മില്ലി ആംബിയറിന് താഴെയാണ്. ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുന്ന റേഞ്ച് എന്ന് പറയുന്നത് 50 മില്ലി ആംബിയർ ടു 150 മില്ലി ആംബിയർ ആണ്. ഫിബ്രിലേഷൻ ഓഫ് ഹാർട്ട് സംഭവിക്കുന്നത് 1 to 4 ആംബിയർ ആണ്. ഇതാണ് കറണ്ടിന്റെ എഫക്റ്റുകൾ വരുന്നത്. ജസ്റ്റ് ബിയറബിൾ 1 മില്ലി ആംബിയറിന് താഴെയാണെങ്കിൽ നമുക്കൊരു ടിക്ലിംഗ് മാത്രമാണ് ഉണ്ടാവുക. 1 മില്ലി ആംബിയർ ടു 5 മില്ലി ആംബിയർ ആണെങ്കിൽ അത് ബിയറബിൾ റേഞ്ചിൽ വരും. 5 മില്ലി ആംബിയറിന് മേലെ, അതായത് 1 മില്ലി ആംബിയർ ടു 20 മില്ലി ആംബിയർ, ഇതാണ് 5 മില്ലി ആംബിയർ ടു അല്ല 1 മില്ലി ആംബിയർ ടു 20 മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് പെയിൻഫുൾ ആണ്. 50 മില്ലി ആംബിയറിനും 150 മില്ലി ആംബിയറിന് ഇടയിലാണെങ്കിൽ അത് ബ്രീത്തിങ് സ്റ്റോപ്പ് ആവും. 1 ആംബിയറിനും 4 ആംബിയറിന് ഇടയിലാണെങ്കിൽ ഹാർട്ടിൽ ഫിബ്രിലേഷൻ സംഭവിക്കും, ഹാർട്ട് അറ്റാക്ക് വരെ സംഭവിക്കാം, ഡെത്ത് വരെ സംഭവിക്കാം. I'm sorry. Then 1 Weber is equal to 10 raised to 8 Maxwell. ഇതൊരു കൺവേർഷൻ ആണ്. 1 Weber is equal to 10 raised to 8 Maxwell. The MMF in a magnetic circuit is equal to MMF is equal to number of turns into current. Number of turns into current is called MMF. Effective voltage applied to the core അല്ല, effective current flow to the core, flow in the core ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ടിനെയാണ് നമ്മൾ MMF എന്ന് പറയുക. അതിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ ടേൺസ്. 23. A charge Q is located at the center of the cube. The electric flux through any phase is equal to. ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിനകത്ത് ഒരു ചാർജ് ഉണ്ട് Q. റെഡി? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്ലക്സ് എത്രയാണെന്നുള്ളതാണ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ റിലേഷൻ നമുക്കറിയാം, Q/ε0 ആണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം എത്ര ഫേസ് ഉണ്ട്? നമുക്ക് 6 ഫേസ് ഉണ്ട്. അപ്പോൾ 6 ഫേസ് വരുന്നതുകൊണ്ട് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫേസിലൂടെ ഉള്ളതാണ് Q/ε0. 6 ഫേസിലൂടെ വരുന്ന സമയത്ത് 6 × Q/ε0, 6 ടൈംസ് Q/ε0 ആണ് ചാർജ് എന്ന് പറയുന്നത്. 6 ടൈംസ് Q/ε0 വരുന്ന ഓപ്ഷൻ ഇതിനകത്ത് ഏതാന്ന് നോക്കുക. സോറി, ടോട്ടൽ ചാർജ് പറഞ്ഞു തെറ്റിപ്പോയി. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q/ε0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിലുള്ള എനി ഫേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എനി ഫേസിലൂടെ വരുന്ന സമയത്ത് മൊത്തം ഫേസ് ഉണ്ടാവും? 6 ഫേസ് ഉണ്ടാവും. ഡിവൈഡ് ബൈ 6, ദാറ്റ് മീൻസ് Q/6ε0. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് Q/6ε0 വരുന്ന കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും വരില്ല, ഇത് രണ്ടും Q/ε0 ആണ് ഇത് വരുന്നത്. ഇത് 4π ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് Q/6ε0. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ദെൻ റിലേഷൻ ബിറ്റ്വീൻ electric flux density and field intensity with relative to absolute permittivity is expressed as D is equal to epsilon times E, അല്ലെങ്കിൽ D is equal to epsilon0 epsilon R times E. ഇത് മീഡിയത്തിൽ വരുന്നത്, ഇത് എയറിൽ വരുന്നത്. D is equal to epsilon E ആണ് ജനറൽ റിലേഷൻ, or D is equal to epsilon0 epsilon R into E. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. Which is the following type of charge on surface has position but not the dimension? Which of the following types of charge on surface has a position but not dimension? Position മാത്രമുണ്ട് ഒരു ചാർജ് ഏതാണെന്നുള്ളത്. ഡയമെൻഷൻ ഇല്ല, പൊസിഷൻ മാത്രമേ ഉള്ളൂ. പൊസിഷൻ മാത്രമുള്ള ഡയമെൻഷൻ ഇല്ലാത്ത ചാർജിനെ പറയുന്ന പേരാണ് പോയിന്റ് ചാർജ്. അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ്, ഇതിനൊരു പൊസിഷൻ ഉണ്ടാവും പക്ഷെ അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. അതിനെയാണ് പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷനിൽ പോയിന്റ് ചാർജ് ഇല്ല, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഇനി ഓപ്ഷനിലുള്ള മറ്റു സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ലൈൻ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഡയമെൻഷണൽ കർവിനകത്ത് അല്ലെങ്കിൽ ഒരു 1 ഡയമെൻഷണൽ കർവിനകത്ത് സർഫസിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജിനെയാണ് ലൈൻ ചാർജ് എന്ന് പറയുന്നത്. ഒരു 2 ഡയമെൻഷണൽ സർഫസിനകത്ത്, ഇത് 1 ഡയമെൻഷണൽ കർവ് ആണെങ്കിൽ ഇത് 2 ഡയമെൻഷണൽ സർഫസിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചാർജിനെ പറയുന്ന പേരാണ് സർഫസ് ചാർജ്.
ഒരു 3 ഡയമെൻഷണൽ വോളിയത്തിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജിനെ പറയുന്ന പേരാണ് വോളിയം ചാർജ്. ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചാർജിനെയാണ് നമ്മൾ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. പോയിന്റ് ചാർജിന് ഡയമെൻഷൻ ഇല്ല. ലൈൻ ചാർജിന് ഒരു 1 ഡയമെൻഷനാണ്. സർഫസ് ചാർജ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനാണ്. വോളിയം ചാർജ് എന്ന് പറയുന്നത് 3 ഡയമെൻഷനാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. During thunderstorm, a 50 coulomb charge is discharged between clouds. The time of discharge is 20 milliseconds. Determine the lightning current. Lightning current എന്ന് പറയുന്നത് I is equal to dq by dt. Change in charge by change in time. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് 50 coulomb ആണ്. ടൈം എന്ന് പറയുന്നത് 20 milliseconds ആണ്. 20 into 10 raised to minus 3. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 2.5 into 10 raised to 3. That means 2.5 kilo ampere. ഓപ്ഷനകത്ത് 2.5 കിലോ ആംപിയർ ഇല്ല, മെഗാ ആംപിയർ ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി എബവ്. Then a capacitor is charged from a battery. After fully charged, the battery is removed and the identical uncharged capacitor is connected in parallel. The total energy to the combination is energy stored in a capacitor is equal to half CV square. Ready? ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കപ്പാസിറ്റർ നമ്മൾ പാരലി ആഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസിന്റെ വാല്യൂ 2 ടൈംസ് കപ്പാസിറ്റർ ആവും. വോൾട്ടേജിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആവും, ഹാഫ് ആവും. അങ്ങനെയാണെങ്കിൽ ന്യൂ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2c ഇൻറ്റു v ബൈ 2 ഹോൾ ദ സ്ക്വയർ. അങ്ങനെ ആവുന്ന സമയത്ത് ഹാഫ് ഇൻറ്റു ഇത് E2 ആണ്, ഇത് E1 ആണ്. ഹാഫ് ഇൻറ്റു ഇത് വി സ്ക്വയർ 4 ആവും. ഈ 4 2 ക്യാൻസൽ ചെയ്തിട്ട് 2 വരും. ഹാഫ് ഇൻറ്റു ഹാഫ് സി വി സ്ക്വയർ. ഇത് നമ്മുടെ E1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു E1 ഹാഫ് ആയിട്ട് മാറും, ഡിക്രീസ്ഡ് ബൈ ദ ഫാക്ടർ ഓഫ് 2. റെഡി? C is the capacitance of a parallel plate capacitor with air as dielectric. Half portion is filled with dielectric with permittivity of epsilon r. Then the expression of new capacitance between capacitance is. അപ്പോൾ ഒരു കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്തേക്ക് ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉള്ള ഡയലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എപ്സിലോൺ 0a ബൈ ഡി മൈനസ് ടി ഇൻറ്റു 1 മൈനസ് 1 ബൈ എപ്സിലോൺ ആർ എന്നുള്ളതാണ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, അറ്റ് എ തിക്നെസ് ഓഫ് ടി ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഹാഫ് ദ പോർഷൻ ഈസ് ഫിൽഡ് വിത്ത് ഡയലക്ട്രിക് ആണ്. ഹാഫ് ദ പോർഷൻ ഡയലക്ട്രിക് ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് സി ബൈ 2 ഇൻറ്റു 1 പ്ലസ് എപ്സിലോൺ ആർ എന്ന് ഈ ഇക്വേഷൻ എന്തായി മാറും? കൺവേർട്ട് ചെയ്ത് മാറും. ഞാൻ അതിൻ്റെ എക്സ്പ്രഷൻ ചെയ്യുന്നില്ല. ഇത് നമ്മൾ ഹാഫ് ദ പോർഷനിൽ സെപ്പറേറ്റ് ആയിട്ട് ഇക്വേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഹാഫ് ദ പോർഷന് പകരം വേറെ ഏതെങ്കിലും വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാറി വരും. ഇത് ടി വരുന്ന സമയത്ത് ഹാഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ റിലേഷൻ വരുന്നത്. ക്ലിയർ? ഓപ്ഷൻ എ. Then question number 29. Find the average current in an inductor if the total current in an inductor is 50 ampere. Average current in an inductor if the total current is 50 ampere. Average current is equal to total current by 2. That's equal to 50 by 2 is equal to 25 ampere. Option D. During Faraday's electromagnetic induction experiment, the mechanical effort of movement of magnet near a coil produce electricity in that coil. This can be explained on the basis of Lenz's law. This can be explained on the basis of Lenz's law. പക്ഷേ ഇതിനകത്ത് ലെൻസ് ലോ മാത്രമല്ല തന്നിരിക്കുന്നത്. ലെൻസ് ലോ മാത്രമല്ല തന്നിരിക്കുന്നത്, അത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണോ കൺസർവേഷൻ ഓഫ് എനർജി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലെൻസ് ലോ എന്ന് പറയുന്നത് എപ്പോഴും കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. സോറി, കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെൻസ് ലോ പറയുന്നത്. കൺസർവേഷൻ ഓഫ് എനർജി ബേസ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? ലെൻസ് ലോ പറയുന്നത്. സോ ഡ്യൂറിങ് ഫാരഡേസ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ എക്സ്പെരിമെന്റ്, ദ മെക്കാനിക്കൽ എഫേർട്ട് ഓഫ് മൂവ്മെന്റ് ഓഫ് മാഗ്നറ്റ് നിയർ എ കോയിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഇൻ ദാറ്റ് കോയിൽ. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് തന്നതാണ്. ഇത് ആക്ച്വലി ലെൻസ് ലോ ആണ്, നമ്മളുടെ സിംപ്ലി ലെൻസ് ലോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഒരു കൺഫ്യൂസിങ് ഒക്കെയാണ്. ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് നമ്മളുടെ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഇത് എന്തോ ഒരു സാധനമാണ്, എന്തോ വലിയ സാധനമാണെന്ന് തോന്നിക്കുന്നതാണ്. പക്ഷെ ഇത് ആക്ച്വലി സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്.
ദെൻ കളർ റെൻറ്റിംഗ് ഇൻഡെക്സ് CRI എന്ന് പറയും. സിംപിളി കളർ റെൻറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് LED ലാമ്പ്. ഒരു ലാമ്പിൻ്റെ കളർ റെൻറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആ ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് നമ്മുടെ നാച്ചുറൽ ലൈറ്റ് സോഴ്സ് ആയിട്ടുള്ള സൂര്യനുമായിട്ട് എത്ര ആക്യുറേറ്റ് ആണ് എന്നുള്ളതിനെ പറയുന്നതാണ് CRI. അപ്പോൾ നമുക്ക് നോർമലി നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ലൈറ്റാണ് നാച്ചുറൽ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ പ്യുവർ ലൈറ്റ് എന്ന് പറയുന്നത്. ആ ലൈറ്റിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന ലൈറ്റുകളാണ് ബാക്കിയുള്ളതെല്ലാം. ഈ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന ലൈറ്റുകൾ അതിനോട് എത്ര ആക്യുറേറ്റ് ആയിട്ട് നിൽക്കുന്നു, അതിനോട് എത്ര അടുത്ത് നിൽക്കുന്നു എന്നുള്ളതിനെ പറയുന്ന ടേമാണ് CRI അല്ലെങ്കിൽ കളർ റെൻറ്റിംഗ് ഇൻഡെക്സ്. നോർമലി LED കളർ റെൻറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 to 90 ആണ്. LED കളർ റെൻറ്റിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 80 to 90 ആണ്. അത് ഈ ഓപ്ഷനകത്ത് ഇല്ല, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 32, യൂണിറ്റ് ഓഫ് ലുമിനൻസ്. ലുമിനൻസ് ഈസ് കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആണ് ലുമിനൻസിന്റെ യൂണിറ്റ്. അതായത് ലുമിനൻസിന്റെ യൂണിറ്റ് കാൻഡില പെർ മീറ്റർ സ്ക്വയർ ആണ്. ഈ ഓപ്ഷനകത്ത് ഒന്നും കാൻഡില പെർ മീറ്റർ സ്ക്വയർ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ കാൻഡില പ്ലസ് മീറ്റർ സ്ക്വയർ താഴെ മീറ്റർ സ്ക്വയർ വരുന്ന രണ്ട് ഓപ്ഷനേ നമുക്കുള്ളൂ, മറ്റേ രണ്ടും വരുന്നില്ല. ഈ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ഇത് സ്റ്റിറേഡിയൻ ബൈ മീറ്റർ ആണ്. സ്റ്റിറേഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിന്റെ ആംഗിൾ വാല്യൂ ആണ് സ്റ്റിറേഡിയൻ. ഇതിനകത്ത് കാൻഡില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുമിനസ് ഇന്റൻസിറ്റി ആണ്. ലുമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില. ലുമിനസ് ഇന്റൻസിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലൂമെൻസ് പെർ സ്റ്റിറേഡിയൻ. ലൂമെൻസ് പെർ സ്റ്റിറേഡിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കാൻഡിലയുടെ യൂണിറ്റ് ആണ് എന്ത്, കാൻഡിലയുടെ മറ്റൊരു യൂണിറ്റ് ആണ് എന്ത്, ലൂമൻ പെർ സ്റ്റിറേഡിയൻ. സോ ലൂമൻ പെർ സ്റ്റിറേഡിയൻ പെർ മീറ്റർ സ്ക്വയർ ആണ് ആരുടെ യൂണിറ്റ്, ലൂമിനൻസിന്റെ യൂണിറ്റ്. ഒരു സ്റ്റെപ്പ് ഹയർ ആയിട്ട് നമുക്ക് തന്നു. ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഒരു സ്റ്റെപ്പും കൂടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ മിനിമം സൈസ് ഓഫ് എർത്ത് കണ്ടക്ടർ ഫോർ 30 to 50 വോൾട്ട് SWG. സ്റ്റാൻഡേർഡ് വയർ ഗേജിലെ SWG മിനിമം ഗേജ് ആണ് ചോദിച്ചിരിക്കുന്നത് 30 HP. ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ PSC കൊടുത്തിരിക്കുന്നത് 1 SWG ആണ്. ഇതിന് മിനിമം വാല്യൂ ആണ്. നോർമലി നമ്മൾ എർത്ത് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് 4 SWG അല്ലെങ്കിൽ 8 SWG ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then one lamp should be controlled from 6 different places. For that how many intermediate and two-way switches are needed? അപ്പോൾ ഒരു ലാമ്പിനെ നമുക്ക് 2 പോയിന്റിൽ നിന്ന് നമ്മൾക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 2-way സ്വിച്ചസ് വേണം. നമ്മൾ നോർമലി സ്റ്റെയർ കേസ് വയറിംഗ് ആണത്. 2 2-way സ്വിച്ച് ഉണ്ടെങ്കിൽ ഒരു ലാമ്പിനെ നമുക്ക് 2 സ്ഥലത്തു നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് മൂന്നാമതൊരു സ്ഥലത്തു നിന്നും കൂടെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 അറ്റത്തും ഒരു 2-way സ്വിച്ചും നടുവിനകത്ത് ഒരു ഇന്റർമീഡിയറ്റ് സ്വിച്ചും വെച്ചാൽ മതി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 6 സ്ഥലത്ത് നിന്ന് ഒരു ലാമ്പ് കൺട്രോൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി. 6 സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 2 3 4 ഇന്റർമീഡിയറ്റ് സ്വിച്ചും 2 2-way സ്വിച്ചും നമുക്ക് വേണം. ഓപ്ഷൻ ബി. ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ചസ്. ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ സിസ്റ്റം എക്യുപ്മെന്റ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതൊരു കൺട്രോൾ എക്യുപ്മെന്റ് സ്വിച്ച് ആണ് ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് നോർമലി മെഷീനിന്റെ റൊട്ടേറ്റിംഗ് പാർട്ട് അല്ലെങ്കിൽ മൂവിംഗ് പാർട്ട് വെച്ച് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ് ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ലിമിറ്റ് സ്വിച്ച് ഈസ് ലിമിറ്റ് ദ സിഗ്നൽ ലെവൽ അല്ല, കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു മെക്കാനിക്കൽ ആക്ഷൻ അല്ല, കൺവേർട്ട് മെക്കാനിക്കൽ മോഷൻ ടു ഇലക്ട്രിസിറ്റി അല്ല, നൺ ഓഫ് ദി എബോവ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ദെൻ the following symbol in an electrical engineer is used for representing. ഇതിന്റെ ഓപ്ഷണൽ ആൻസർ കൊടുത്തിരിക്കുന്നത് ബസർ ആണ്. പക്ഷെ ബസറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ബസറിന്റെ സിമ്പൽ 1-2 ടെക്സ്റ്റിലും പല സ്ഥലത്തും റെഫർ ചെയ്തപ്പോഴും ബസറിന്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു സിമ്പൽ ബസറിന് കണ്ടതായിട്ടൊരു ഓർമ്മയും എവിടെയും കാണുന്നില്ല. ഇത് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വെച്ചുകൊണ്ട് ഗൈഡൻസ് വേണം. MCCBയുടെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ഫ്യൂസിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. റെഡി? 2 point സ്റ്റാർട്ടർ പ്രത്യേകിച്ച് അങ്ങനെ സിമ്പിൾ ഒന്നും ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 37. IE rule 88 deals with the guarding in electrical system. Guarding electrical system എന്ന് പറയുന്നത് സിംപ്ലി വേറൊന്നുമല്ല, നമ്മളുടെ ഇലക്ട്രിക്കൽ വയറിങ്ങിലെ എല്ലാ ഗാർഡ് വയറും എർത്തിങ് ചെയ്യണം എന്ന് പറയുന്ന റൂളാണ് IE rule 88. എല്ലാ ഗാർഡ് വയറുകളും എർത്തിങ് ചെയ്യണം എന്ന് പറയുന്ന റൂളാണ് IE rule എന്ന് പറയുന്നത്. റെഡി? Then the length of thread in GI conduits. Length of thread in GI conduits is depends upon the size of the conduit.
ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ദി കോൺഡ്യൂട്ട്. ഓരോ കോൺഡ്യൂട്ടിൻ്റെയും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ആര്, GI കോൺഡ്യൂട്ടിൻ്റെ ത്രെഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല. Then 39. What is the short time temperature rating of XLPE cable? XLPE cableന്റെ short time temperature rating എന്ന് പറയുന്നത് 90 degree Celsius ആണ്. It's a standard value. Typical tripping time for a C-type MCB is 0.04 to 5 second ആണ് C-type MCB. നമുക്ക് MCB 4 ടൈപ്പ് ഉണ്ട്. C-type, D-type, K-type, Z-type. അതിനകത്ത് C-typeൻ്റെതാണ് 0.04 to 5 seconds എന്ന് പറയുന്നത്. 0.04 to 3 seconds എന്ന് പറയുന്നത് D-typeൻ്റെതാണ്. അതായത് K-typeൻ്റെതും Z-typeൻ്റെതും ലെസ് ദാൻ 0.1 second ആണ് ട്രിപ്പിംഗ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള മറ്റൊരു സാധനം കൂടി ഉണ്ട്, ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ട്രിപ്പിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇത് 5 to 10 times ഫുൾ ലോഡ് കറണ്ട്. ഫുൾ ലോഡ് കറണ്ടിൻ്റെ 5 to 10 times ആണ് C-typeൽ വരിക. D-typeൽ വരുന്ന സമയത്ത് 10 to 20 times ആണ് D-typeൽ വരുമ്പോൾ, K-typeൽ വരുന്ന സമയത്ത് അത് 8 to 12 times ഫുൾ ലോഡ് കറണ്ടും, Z-typeൽ വരുന്ന സമയത്ത് 2 to 3 times ഫുൾ ലോഡ് കറണ്ടുമാണ് ഇതിൻ്റെ ട്രിപ്പിംഗ് കറണ്ടിൻ്റെ വാല്യൂ. ഇതും ചോദിച്ചേക്കാം. Then sometimes 1 wattmeter reads negative when connecting 3-phase power measurement using 2 wattmeter. When does it occur? ഇത് സംഭവിക്കുന്നത് ലെസ് ദാൻ 0.5 പവർ ഫാക്ടറിലാണ്. ലെസ് ദാൻ 0.5 പവർ ഫാക്ടറിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഒരു വാട്ട് മീറ്റർ നെഗറ്റീവ് ആവുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് ലാഗിങ് ഓർ ലീഡിങ്, ലാഗിങ് ആയാലും ലീഡിങ് ആയാലും അതിനകത്ത് 0.5 പവർ ഫാക്ടറിൻ്റെ ലെസ് ദാൻ 0.5 പവർ ഫാക്ടർ ആണെങ്കിൽ അത് നെഗറ്റീവ് കാണിക്കും. ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൃത്യമായിട്ടില്ലാത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പവർ ഫാക്ടർ യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ ഇത് രണ്ട് പവർ വാട്ട് മീറ്ററും ഈക്വൽ റീഡിങ് കാണിക്കും. 0.5 പവർ ഫാക്ടർ ആണെങ്കിൽ ഒരു വാട്ട് മീറ്റർ 0 കാണിക്കും. ഒരു വാട്ട് മീറ്റർ 0 കാണിക്കും. Question number 42. How can we connect a pressure coil of a wattmeter which consists of 2 pressure coils? നോർമലി വാട്ട് മീറ്ററിനകത്ത് 2 കോയിലേ ഉണ്ടാവുള്ളൂ. ഒന്ന് പ്രഷർ കോയിലും ഒന്ന് കറണ്ട് കോയിലും. പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടും, കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടും പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത് പാരലലുമായിട്ടുമാണ്. ഇത് കറണ്ട് കോയിലാണ്. കറണ്ട് കോയിൽ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടും പ്രഷർ കോയിൽ കണക്ട് ചെയ്യുന്നത് പാരലലായിട്ടാണ്. ഇത് ക്വസ്റ്റ്യൻ എക്സിസ്റ്റൻസ് അല്ല. ഈ ക്വസ്റ്റ്യനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. Then integrating principle in digital measurement is conversion of. Integrating principle എന്ന് പറയുന്നത് ഡിജിറ്റൽ മെഷർമെൻറ്റിനകത്ത്, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ മെഷർമെൻറ്റിനകത്താണെങ്കിൽ ഇറ്റ് ഈസ് വോൾട്ടേജ് ടു ഫ്രീക്വൻസി. നോർമലി ഡിജിറ്റൽ മെഷർമെൻറ്റ്സിലുള്ള ഇൻറ്റഗ്രേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർഷനാണ്. Then which of the following statements are correct about Owen's bridge? Owen's bridge എന്ന് പറയുന്നത് it is to measure the unknown inductance. Option 1 correct ആണ്. It is the measurement of incremental permeability. അതും ഓപ്ഷൻ കറക്റ്റ് ആണ്. മെഷർമെന്റ് ഓഫ് ഇൻക്രിമെന്റൽ ഇൻഡക്റ്റൻസ് അതും കറക്റ്റ് ആണ്. ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഓവൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓവൻസ് ബ്രിഡ്ജിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഇൻഡക്റ്റൻസ് പാർട്ടും ഒരു പ്യുവർ റെസിസ്റ്റൻസ് ബ്രാഞ്ചും ഒരു കപ്പാസിറ്റീവ് റെസിസ്റ്റൻസ് ബ്രാഞ്ചും ഒരു പ്യുവർ കപ്പാസിറ്റൻസ് ബ്രാഞ്ചുമാണ് ഈ ബ്രിഡ്ജിനകത്ത് ഉണ്ടാവുക. ഇത് നമ്മളുടെ ഗാലനോമീറ്റർ അല്ലെങ്കിൽ ബ്രിഡ്ജിങ് മീറ്റർ. ഇതാണ് ഓവൻസ് ബ്രിഡ്ജിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് പ്യുവർ ഇൻഡക്റ്റൻസ് പാർട്ടാണ്, പ്യുവർ റെസിസ്റ്റൻസ്, പ്യുവർ കപ്പാസിറ്റൻസ്, ഇത് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റർ. ഇതാണ് ഓവൻസ് ബ്രിഡ്ജ്. ഷെറിൻസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് ഷെറിൻസ് ബ്രിഡ്ജ്. റെഡി? Then a circle is seen on the screen of a CRO when 2 time varying signal of same frequency and same magnitude are applied to X and Y plates of CRO. The relative phase distances, it is called Lissajous figure ആണ്. ലെസാജിയസ് ഫിഗർ ഏത് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കിൾ ആണ് ലെസാജിയസ് ഫിഗർ ആയിട്ട് തന്നിരിക്കുന്നത്. സപ്പോസ് നമുക്ക് കിട്ടുന്ന ലെസാജിയസ് ഫിഗർ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഈ ഒരു 0.0 ആണെങ്കിൽ ഇത് 0 ഡിഗ്രിയിലാണ്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വരികയാണെങ്കിൽ 30 ഡിഗ്രി, കുറച്ചും കൂടെ കൂടിയിട്ട് മാഗ്നിറ്റ്യൂഡ് വരികയാണെങ്കിൽ 45 ഡിഗ്രി, ഇത് കുറച്ചും കൂടെ വരികയാണെങ്കിൽ 60 ഡിഗ്രി, കറക്റ്റ് സർക്കിൾ വരികയാണെങ്കിൽ 90 ഡിഗ്രി. ഇനി ഇത് തിരിച്ചു വരികയാണെങ്കിൽ അത് 150 ഡിഗ്രി, 120 ഡിഗ്രി, 150 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഇങ്ങനെ ലെസാജിയസ് ഫിഗർ ഓരോ ഡിഗ്രിക്കകത്തും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 90 ഡിഗ്രിയിലാണ് എക്സാക്ട് സർക്കിൾ വരിക. ഇതിനകത്ത് പറഞ്ഞത് എക്സാക്ട് സർക്കിളാണ്. ഇതിനെയാണ് നമ്മൾ ലെസാജിയസ് ഫിഗർ എന്ന് പറയും. എക്സാക്ട് സർക്കിൾ വരുന്നത് 90 ഡിഗ്രി സെൽഷ്യസിലാണ്, 90 ഡിഗ്രിയിലാണ്. ദെൻ കാലിബ്രേഷൻ ഓഫ് എ വോൾട്ട് മീറ്റർ ഈസ് ഡൺ ത്രൂ. ഒരു വോൾട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ടാണ്. പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് എന്ത് കാലിബ്രേറ്റ് ചെയ്യുന്നത്?
ഒരു വോൾട്ട് മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഹെഡ്സ് മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി മീറ്റർ ആണ്. ആംബിയർ ഹവർ മീറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത് എനർജി മീറ്റർ ആണ്. സിഗ്നൽ ജനറേറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത് മൾട്ടിമീറ്ററിനെയാണ്. റെഡി, മൾട്ടിമീറ്ററിനെയാണ് സിഗ്നൽ ജനറേറ്റർ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 47, ഇതിന്റെ ആൻസർ ഡി ആണ്. What would be the sensitivity of an ammeter which requires to change 2 ampere in its coil to produce a change in deflection by the pointer of 6 mm? Sensitivity, ammeter sensitivity is equal to change in deflection of pointer, change in deflection of pointer divided by change in current. ഇതിനെയാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ ഓഫ് പോയിന്റർ എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്നത് 6 mm ചേഞ്ച് ആണ് നമുക്ക് വേണ്ടത്. 6 mm ഡിവൈഡഡ് ബൈ നമുക്ക് വേണ്ട കറണ്ടിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. 6 mm by 2 ആംപിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 mm by ആംപിയർ. ഓപ്ഷൻ സി. Then 48, a 0 to 300 volt voltmeter has guaranteed accuracy of 1% full scale reading. The voltage measured by the instrument is 96 voltage. The percentage limiting error is equal to limiting error divided by time value into 100. ഇതിനെയാണ് പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ എന്ന് പറയുന്നത്. ഇനി പെർസെൻറ്റേജ് ഗ്യാരണ്ടീഡ് എറർ എന്ന് പറയുന്ന സാധനമുണ്ട് ഇതിനകത്ത്. സോറി, പെർസെൻറ്റേജ് ഗ്യാരണ്ടീഡ് ആക്യുറസി. പെർസെൻറ്റേജ് ഗ്യാരണ്ടീഡ് ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് എറർ ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ വാല്യൂ ഇൻറ്റു 100. ഇതിനെയാണ് പെർസെൻറ്റേജ് ഗ്യാരണ്ടീഡ് ആക്യുറസി എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പെർസെൻറ്റേജ് ലിമിറ്റിംഗ് എറർ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇനീഷ്യലി ഉള്ളത് ഇത് 300 വോൾട്ട് ലിമിറ്റിംഗ് എറർ വരുമ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 1/100 ഇൻറ്റു 0 to 300 വോൾട്ട് മീറ്റർ 300 ഇൻറ്റു റീഡ് ചെയ്യുന്ന വാല്യൂ 1/96 ഇൻറ്റു പെർസെൻറ്റേജിലാക്കാൻ വേണ്ടി 100, which means 3.13%. Option B. Then if an instrument has cramped scale for larger values, then it follows. നോർമലി ഇൻസ്ട്രുമെന്റിനകത്ത് 2 സ്കെയിലാണ് ഉണ്ടാവുക. ഒന്ന് യൂണിഫോം സ്കെയിലും ക്രാംപ്ഡ് സ്കെയിലും. ക്രാംപ്ഡ് അറ്റ് ഇനീഷ്യൽ ആണെങ്കിൽ അത് ഇൻവേഴ്സ്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട്, അല്ലെങ്കിൽ സ്ക്വയർ ലോ ഫോളോ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അതിന് ഇനീഷ്യലി സ്കെയിൽ ക്രാംപ്ഡ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാർജർ വാല്യൂസിലാണ്. ലാർജർ വാല്യൂസിൽ ക്രാംപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നത് ലോഗരിതമിക് റൂളാണ്. ലോഗരിതമിക് റൂൾ ഫോളോ ചെയ്യുമ്പോഴാണ് ലാർജർ വാല്യൂസിനകത്ത് ക്രാംപ്ഡ് സ്കെയിൽ വരിക. സ്ക്വയർ ലോ ഫോളോ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ഇനീഷ്യൽ വാല്യൂക്കകത്ത് എന്ത് വരുന്നത്, ക്രാംപ്ഡ് സ്കെയിൽ വരുന്നത്. റെഡി, ഇനീഷ്യൽ വാല്യൂക്കകത്ത് ക്രാംപ്ഡ് സ്കെയിൽ വരുന്നത് സ്ക്വയർ ലോ വരുമ്പോഴാണ്. ഇനി യൂണിഫോം ലോ ആണെങ്കിൽ ആ സ്കെയിൽ എന്തായിരിക്കും, യൂണിഫോം സ്കെയിൽ ആയിരിക്കും. ക്ലിയർ? Then question number 50. The power of a single phase 3.3 kV load drawing a current of 30 ampere is required to be measured by means of a wattmeter having potential terminal marked as 110 volt and the current terminal as 6 ampere. What is the transformation ratio of CT? കറണ്ട് ട്രാൻസ്ഫോമറിന്റെ ട്രാൻസ്ഫോർമേഷൻ, ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 30 ആംപിയർ ആണ്. അത് നമുക്ക് 6 ആംപിയർ ഉള്ള CT വെച്ച് മെഷർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ is equal to 30/6 equal to 5 ആംപിയർ. Option A. If an alternating voltage source is connected to power transformer, it has no load current would be sinusoidal and lagging the voltage by 90 degree. അല്ല, ഇത് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ പവർ ട്രാൻസ്ഫോമറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈനുസോയിഡിൽ തന്നെ ആയിരിക്കും. അത് വോൾട്ടേജുമായിട്ട് ഒരു 90 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി ലാഗ് ചെയ്യാണ് ചെയ്യുക. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. റൈറ്റ്. Then voltage regulation of a large transformer is mainly influenced by voltage regulation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ IR cos phi plus or minus XC sin phi divided by V2 ഇൻറ്റു ഇതിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇത് വോൾട്ടേജ് റെഗുലേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസും, രണ്ടാമത്തത് എന്ന് പറയുന്നത് XC ആണ്. XCയും അതേപോലെ തന്നെ റെസിസ്റ്റൻസും, പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പവർ ഫാക്ടറാണ്. ഒന്ന് റെസിസ്റ്റൻസിനെയും രണ്ടാമത്തത് പവർ ഫാക്ടറിനെയാണ് ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വോൾട്ടേജ് റിലേഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നോ ലോഡ് കറണ്ട് ആൻഡ് ലോഡ് പവർ ഫാക്ടർ അല്ല, വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ. ഓപ്ഷൻ ബി, വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലോഡ് പവർ ഫാക്ടർ.
Then question number 53. As the load on the transformer increased, the core loss. ട്രാൻസ്ഫോമറിനകത്ത് രണ്ട് ലോസ് ആണ് ഉണ്ടാവുക. ഒന്ന് കോർ ലോസും കോപ്പർ ലോസും പിന്നെ വിൻറ്റേജ് ലോസും. കോർ ലോസ് എന്ന് പറയുന്നത് ഫിക്സഡ് ലോസ് ആണ്. ഫിക്സഡ് ലോസ് ആണ്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് വേരിയബിൾ ലോസ് ആണ്. കോർ ലോസ് എന്ന് പറയുന്നത് ഫിക്സഡ് ലോസ് ആണ്. അത് ലോഡിനെ എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല, റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് അതിൻ്റെ ട്രാൻസ്ഫോമറിന്റെ കോറിനകത്തുള്ള എന്താണ് ലോസ് ആണ് കോർ ലോസ് എന്ന് പറയുന്നത്. അത് ഫിക്സഡ് ആണ്, അത് വേരി ചെയ്യില്ല. ദ ക്രോളിംഗ് ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ഡ്യൂ ടു. ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/7 സിങ്ക്രണസ് സ്പീഡിന്റെ 1/7 സ്പീഡിൽ മോട്ടോറിന് റൺ ചെയ്യാനുള്ള ടെൻഡൻസിയെ പറയുന്ന പേരാണ് ക്രോളിംഗ്. 1/7 സിങ്ക്രണസ് സ്പീഡിൽ റൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന, അല്ലെങ്കിൽ ടെൻഡൻസി, കപ്പാസിറ്റി അല്ല ടെൻഡൻസിറ്റിയെ പറയുന്ന പേരാണ് ക്രോളിംഗ്. ക്രോളിംഗ് നോർമലി നടക്കുന്നത് സ്പേസ് ഹാർമോണിക്സ്, വൈൻഡിങ്ങിന്റെ സ്പേസ് ഹാർമോണിക്സ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ക്രോളിംഗ് ഉണ്ടാവുന്നത്. In a three-phase induction motor, torque and supply voltage as related as torque is equal to 180 by 2 pi ns I2 square R2 by S. ഇതാണ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ഇതിനെ നമ്മൾ വോൾട്ടേജിൻ്റെ ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ ടോർക്ക് is equal to 180 by 2 pi ns into S into E2 square R2 divided by R2 square plus SX2 square, which means torque is directly proportional to E2 square, which is directly proportional to V square. It is proportional to voltage square. A three-phase slip ring induction motor is wound for 4 poles in stator and 6 poles in rotor. When the three-phase balanced voltage of 50 Hz is applied to the motor, it runs at a not run. 57. A synchronous motor and an induction motor are connected to a common feeder line to operate the feeder line at unity power factor. The synchronous motor is used as a power factor movement equipment when it is run at overexcited condition. Which of the following single phase motor has a highest starting torque? Highest starting torque ഉള്ള സിംഗിൾ ഫേസ് മോട്ടറാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ. അതിനകത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ രണ്ട് ഷിഫ്റ്റ്, ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടാണ്, രണ്ട് ഷിഫ്റ്റ് നല്ല ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ഹയസ്റ്റ് ടോർക്ക് അക്യൂർ ചെയ്യുന്നത്. ഇൻ ആൻ AC servometer, the control winding is supplied with input voltage of same frequency as the reference winding voltage but with 90 degree phase difference. സെർവോ മോട്ടറിൽ കൺട്രോൾ വൈൻഡിങ് എന്ന് പറയുന്നത് സെയിം ഫ്രീക്വൻസിയിലാണ് ബട്ട് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ് ഉണ്ടാവുക. ഓപ്ഷൻ ഡി. ഇതെല്ലാം ഇത് ടെക്സ്റ്റ് ബുക്കുകളിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ക്വസ്റ്റ്യൻസ് ആക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധയെ പോലും പെടാത്ത പല സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ആക്കി എടുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഫോർ എ ഗിവൺ സ്റ്റെപ്പർ മോട്ടോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടോർക്ക് ഹാസ് ദ ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ? ഹയസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ഹോൾഡിംഗ് ടോർക്കാണ്. ഹോൾഡിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ റെസ്റ്റിംഗ് സിറ്റുവേഷനിലുള്ള റേറ്റഡ് കറണ്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വൈൻഡിങ്ങിലുള്ള ടോർക്കിനെയാണ് നമ്മൾ ഹോൾഡിംഗ് ടോർക്ക് എന്ന് പറയാം. മോട്ടോർ റെസ്റ്റിലാണ്, പക്ഷേ വൈൻഡിങ്ങിനകത്ത് റേറ്റഡ് കറണ്ട് ഉണ്ട്, അതാണ് ഹോൾഡിംഗ് ടോർക്ക്. പുള്ളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിനകത്തുള്ള ടോർക്ക് വിത്തൗട്ട് ആക്സിലറേഷൻ മോട്ടോർ റൺ ചെയ്യുന്ന ടോർക്കാണ് പുള്ളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞത്. പുൾ ഔട്ട് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ടോർക്കിനെയാണ് നമ്മൾ പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയാം. പുള്ളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിത്തൗട്ട് ആക്സിലറേഷൻ ആ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ടോർക്കിനെയാണ് പുള്ളിംഗ് ടോർക്ക് എന്ന് പറയുക. മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്പീഡിനകത്ത് മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം ടോർക്കിനെയാണ് പുൾ ഔട്ട് ടോർക്ക് എന്ന് പറയാം. വൈൻഡിങ് എനർജൈസ് ചെയ്യാത്ത സിറ്റുവേഷനിലുള്ള ടോർക്കിനെയാണ് ഡിറ്റൻ ടോർക്ക് എന്ന് പറയുന്നത്. വൈൻഡിങ് എനർജൈസ് ചെയ്യാത്ത സിറ്റുവേഷനിലുള്ള ടോർക്കാണ് ഡിറ്റൻ ടോർക്ക്. ഇത് ആക്സിലറേഷൻ ഇല്ലാത്ത സമയത്തുള്ള ടോർക്ക്, ഇത് ഒരു പർട്ടിക്കുലർ സ്പീഡിലുള്ള മാക്സിമം ടോർക്ക്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മാക്സിമം വരുന്നത് ഹോൾഡിംഗ് ടോർക്കാണ്. മോട്ടോർ റെസ്റ്റിലാണ്, പക്ഷേ വൈൻഡിങ്ങിനകത്ത് റേറ്റഡ് വോൾട്ടേജ് ഉണ്ടെന്നുള്ളത് വരും. The interpoles in a DC machines have a tapering shape in order to interpoles in a tapering shape കൊടുക്കുന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർപോൾസിന്റെ സാച്ചുറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർപോൾസിനെ ടാപ്പറിങ് ചെയ്യുന്നത്. If two 8-pole DC machines of identical armature are wound, one with lap winding and the other with wave winding, then
ലാപ്പ് വൈൻഡിങ് അല്ലെങ്കിൽ വേവ് വൈൻഡിങ് നമ്മൾ നോർമലി കണക്ട് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ട് അപ്ലിക്കേഷൻസിനാണ്. ഇതിനകത്ത് വെയ്റ്റ് ബോണ്ട് മെഷീൻസ് വിൽ ഹാവ് മോർ റേറ്റഡ് വോൾട്ടേജ് ലെസ് കറണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണ് ആർക്ക് വരുന്നത്? ലാപ്പ് വൈൻഡിങ്ങിന് വരും. ഇതാണ് ലാപ്പ് വൈൻഡിങ്ങിന്റെയും വേവ് വൈൻഡിങ്ങിന്റെയും അപ്ലിക്കേഷനുള്ള ഡിഫറൻസ്. If the speed of a DC motor increased with load torque, then it is a speed of a DC motor increasing with load torque. It is a differentially compound motor. A DC shunt motor having unsaturated magnetic circuits runs at 1500 rpm with rated voltage. If the applied voltage is half of the rated voltage, then motor will be run at same speed 1500 rpm. It doesn't depend upon the voltage. A DC shunt motor has an external resistance of Ra and Rf in the armature and the field circuit respectively. Armature current at starting can be reduced by keeping. Armature current reduce ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? മാക്സിമത്തിൽ വെക്കണം. ഫീൽഡ് റെസിസ്റ്റൻസ് എങ്ങനെ വെക്കണം? മിനിമത്തിൽ വെക്കണം. മാക്സിമം റെസിസ്റ്റൻസിലും മിനിമം റെസിസ്റ്റൻസിലും വെക്കണം. ആർ മാക്സിമത്തിൽ വെക്കണം, ആർ എനെ മാക്സിമത്തിൽ വെക്കണം, ആർ എഫിനെ മിനിമത്തിൽ വെക്കണം. ഓപ്ഷൻ എ. An electric train employing DC series motor is running at fixed speed. When a sudden slight drop in mains voltage occur, what result will occur? അതായത് DC series മോട്ടറിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സപ്ലൈ വോൾട്ടേജ് OH വോൾട്ടേജ് കട്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ഡ്രോപ്പ് ആവും, കറണ്ട് കൂടുകയും ചെയ്യും. ഡ്രോപ്പ് പെട്ടെന്ന് വോൾട്ടേജ് OH കട്ടായി കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇൻ സ്പീഡ് ആൻഡ് റൈസ് ഇൻ കറണ്ട്. A pair of similar DC shunt generator operate in a parallel and supply a common load. It is required to switch off machine 1 and allow machine 2 to supply the entire load. The following operations are to be achieved. In parallel operation വർക്ക് ചെയ്യുന്ന രണ്ട് DC ഷണ്ട് ജനറേറ്ററിൽ ആദ്യത്തെ മെഷീനെ കട്ട് ചെയ്തിട്ട് രണ്ടാമത്തെ മെഷീനെ ലോഡിലേക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ മെഷീനെ കട്ട് ചെയ്യണം. ആദ്യത്തെ മെഷീനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീൽഡ് കറണ്ട് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഫീൽഡ് കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മെഷീനെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ മെഷീൻ ഫ്ലോട്ട് ചെയ്യാണ് എന്ന് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റെപ്പ് നമ്മളുടെ രണ്ടാമത്തെ മെഷീൻ്റെ ഫീൽഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുക. ഇതാണ് പാരലൽ ഓപ്പറേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആദ്യം ഫസ്റ്റ് മെഷീൻ്റെ ഫീൽഡ് റെഡ്യൂസ് ചെയ്യണം, എന്നിട്ട് അതിനെ സ്വിച്ച് ഓഫ് ചെയ്യണം. അത് സ്വിച്ച് ഓഫ് ചെയ്തെന്ന് എൻഷുർ ചെയ്യണം. അതായത് അത് വെറുതെ ഗ്രിഡിൽ കിടന്നിട്ട് അല്ലെങ്കിൽ പാരലൽ കണക്ഷനിൽ കിടന്നിട്ട് ഫ്ലോട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് എൻഷുർ ചെയ്യണം. എന്നിട്ട് വേണം രണ്ടാമത്തെ മെഷീന് നമുക്ക് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ. ഓപ്ഷൻ ബി. The most suitable generator for welding purpose, direct sub question ആണ്, പലതവണ ചോദിച്ചതാണ്, ഡിഫറൻഷ്യലി കോമ്പൗണ്ടഡ് ജനറേറ്റർ. വൈ? ബിക്കോസ് അതിനുള്ള റീസൺ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. സ്പീഡ് ഓഫ് DC മോട്ടർ ഇൻക്രീസസ് വിത്ത് ലോഡ് ടോർക്ക്. A DC shunt motor, the field excitation is kept maximum value during starting to. ഫീൽഡ് എക്സൈറ്റേഷൻ മാക്സിമത്തിൽ വെച്ചിട്ടാണ് നമ്മൾ DC ഷണ്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമേച്ചർ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ടു റെഡ്യൂസ് ആർമേച്ചർ റീഡിങ്. അതായത് മിനിമം സ്റ്റാർട്ടിംഗ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് മറ്റു കാര്യങ്ങളും കൂടി ഉണ്ട്. ഒന്നാമത്തത് മിനിമം സ്റ്റാർട്ടിംഗ് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ആവും. മിനിമം സ്റ്റാർട്ടിംഗ് കറണ്ട് വരുന്ന സമയത്ത് കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ആവും. അതുകൊണ്ട് തന്നെ നമ്മളുടെ റെഡ്യൂസ് സ്പാർക്കിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എവിടെ? ബ്രഷിനകത്തുള്ള സ്പാർക്കിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് മാക്സിമം ആവുന്ന സമയത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ആർമേച്ചറിനകത്ത് ഹീറ്റിംഗ് കുറയുന്നത്. 3-point starters of a DC shunt motor are not used in application where the speed variation by field flux control required, because നമ്മൾ ഫീൽഡ് സ്പീഡ് വേരിയേഷൻ വേണ്ട സമയത്ത് നമ്മൾ 3-point സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ മേ സ്റ്റോപ്പ് അറ്റ് വെരി ഹൈ സ്പീഡിൽ മോട്ടോർ എന്ത് സംഭവിക്കാം? സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. For a variable head near about less than 30 meter, which type of turbine is used in hydroelectric power station? Hydroelectric power stationന്റെ ഹെഡ് അനുസരിച്ച് നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ലോ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 30 മീറ്റർ, മീഡിയം ഹെഡ് എന്ന് പറയുന്നത് 30 to 50 മീറ്റർ, അതേപോലെ തന്നെ ഹൈ ഹെഡ് എന്ന് പറയുന്നത് 50 മീറ്റർ ടു 2000 മീറ്റർ. റെഡി? ഇങ്ങനെയാണ്. 50 അല്ല, 500 ആണ്. 500 മീറ്റർ, ഇവിടെ 500 മീറ്റർ ടു 2000 മീറ്റർ. ഇങ്ങനെയാണെങ്കിൽ ലോ ഹെഡ് എന്ന് പറയുന്നതിൽ യൂസ് ചെയ്യുന്ന ടർബൈൻ കപ്ലാൻ ടർബൈനും ദാറ്റ്സ് അവർ ക്വസ്റ്റ്യൻ.
30 meter to 500 meter, അതായത് മീഡിയം ഇതിൽ യൂസ് ചെയ്യുന്നത് ഫ്രാൻസിസ് ടർബൈനും ഹൈ ഹെഡിൽ യൂസ് ചെയ്യുന്നത് പെൽട്ടൺ ടർബൈനുമാണ്. ലോ ഹെഡിൽ യൂസ് ചെയ്യുന്നത് കപ്ലാൻ ടർബൈൻ, ഫ്രാൻസിസ് ടർബൈൻ യൂസ് ചെയ്യുന്നത് മീഡിയം ഹെഡിൽ, അതേപോലെ തന്നെ പെൽട്ടൺ ടർബൈൻ യൂസ് ചെയ്യുന്നത് ഹൈ ഹെഡിനകത്ത്. Then question number 72. In a DC transmission line, it is necessary for the sending end and receiving end to be operated in synchronism. അങ്ങനെ നിർബന്ധമൊന്നും നമുക്കില്ല. The effect of inductive and capacitive reactions are greater than in AC transmission line of the same rating. DC ട്രാൻസ്മിഷൻ ലൈനിൽ കപ്പാസിറ്റൻസിൻ്റെയും ഇൻഡക്റ്റൻസിൻ്റെയും എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഈസ് ലിമിറ്റഡ് ബൈ സ്റ്റെബിലിറ്റി കൺസിഡറേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ദർ ഇസ് നോ എഫക്ട് ഡ്യൂ ടു ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇവിടെ പറഞ്ഞു ഇതല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്ഷൻ ഡി എന്ന് പറയും. സീരീസ് capacitive compensation on EHV transmission line is used to. Series capacitance compensation നമ്മൾ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സീരീസ് കപ്പാസിറ്റൻസ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ ചെയ്യുന്നുണ്ട്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇംപിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംപിഡൻസ് ഇംപ്രൂവ് ആവുന്ന സമയത്ത് നമ്മളുടെ എന്ത് ഇംപ്രൂവ് ആവും? പവർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആവും, അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആവും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. Type of tidal energy generator used in which the large dam is known as barrage. Large dam is known as barrage. Tidal system is a stream use ചെയ്യുന്നതാണ്. In an open cycle MHD steam power plant, the temperature at the entrance of the duct is 2500 to 3000 Kelvin. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇത് നമ്മൾ സാധാരണ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു നിമിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ്. ഇതും ആക്ച്വലി നിമിയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. പക്ഷേ നിമിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഇൻഡെപ്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അതായത് നിമിയിൽ നിന്നും ചില സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു, നിമിയിൽ നിന്നും ചില ഇക്വേഷൻസ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എടുത്ത്, കൺസെപ്റ്റുകൾ എടുത്തിട്ട് അതിനെ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ഒന്നുകിൽ നിങ്ങൾ നിമി ഇൻഡെപ്ത് ആയിട്ട് വായിക്കണം, അല്ലെങ്കിൽ നിമിയിലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കണം. ആ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. Then the angle at which PV panel is installed from the horizontal affect its output. The ideal angle for horizontal surface is 30 to 45 degree. 30 to 45 degree. ഇതും നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്റ്റാൻഡേർഡ് വാല്യൂയാണ്. വിൻഡ് മില്ല് കോൾഡ് ഡാരൻസ് മിൽ ഈസ്. ഡാരൻസ് മിൽ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ആക്സിസ് മില്ലാണ്. വാട്ട് ഈസ് ദ ആവറേജ് വിൻഡ് വെലോസിറ്റി ഒബ്സർവ് ഓൺ എർത്ത്. എർത്തിലുള്ള ആവറേജ് വിൻഡ് വെലോസിറ്റി 9 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് വിൻഡ് വെലോസിറ്റി. ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് യൂസ്ഡ് ലൈൻ അപ് ടു 33 kV. 33 kVയിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഒന്ന് പിൻ ഇൻസുലേറ്ററും രണ്ടാമത് സ്ട്രെയിൻ ഇൻസുലേറ്ററുമാണ്. ഈ പിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് റണ്ണിങ് കണ്ടക്ടറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റർ ആണ് പിൻ ഇൻസുലേറ്റർ. സ്ട്രെയിൻ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ 30 ലൈനിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റർ ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. റെഡി? അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെഡ് എൻഡിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ. What is the angle between the pole and stay in overhead lines? That is 30 to 45 degree. 30 to 45 degree എന്നാണ് പറയാം. 45 degree ആൻസർ കൊടുത്തുകൊണ്ട് 45 degree പറയാം, പക്ഷേ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. The output of an AND gate is high when. AND gate എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ A, B എന്ന് പറയുന്ന രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ 0 0 ആവുന്ന സമയത്ത് 0, 1 0 ആവുന്ന സമയത്ത് 0, 0 1 ആവുന്ന സമയത്ത് 0, 1 1 ആവുന്ന സമയത്ത് 1, which means when two inputs are high, AND gate is output is high. ഇതേ സാധനം OR ഗേറ്റിലേക്ക് വരികയാണെങ്കിൽ OR ഗേറ്റ് ആവുന്ന സമയത്ത് 0 0 ആവുന്ന സമയത്ത് 0, 1 0 ആവുന്ന സമയത്ത് 1, 0 1 ആവുന്ന സമയത്ത് 1, 1 1 ആവുന്ന സമയത്ത് 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ 1 ആവുന്നത് OR ഗേറ്റും, എല്ലാ ഇൻപുട്ടും 1 ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വരുന്നത് AND ഗേറ്റും. The decimal number corresponding to the binary number 1101101.1011. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5, 2⁻6. Then 2⁻−1, 2⁻−2, 2⁻−3, 2⁻−4. ഇതിനെ ഓരോന്നിനെയും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യാം. 1 × 2⁻6, 1 × 2⁻5, 0 × 2⁻4, 1 × 2⁻3, 1 × 2⁻2, 0 × 2⁻1, 1 × 2⁻0, 1 × 2⁻−1, 0 × 2⁻2, 1 × 2⁻3 plus 1 × 2⁻1. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get it as 109.6875. Ready? Option C.
Which of the following statement are about correct about De Morgan's theorem? De Morgan's theorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A into B complement is equal to A complement plus B complement. A and B complement is equal to A complement or B complement. A or B complement is equal to A complement and B complement. ഇതാണ് De Morgan's theorem. ഇനി ഓപ്ഷൻ വായിക്കാം. The complement of the product of variable is equal to sum of the complement of the variables. Correct ആണ്. The complement of sum of variable equal to the product of the complement of the variable equal to ആണ്. The complement of two or more variable ORed is equal to ANDing of the complement of the individual variable. അതും correct ആണ്. Option D. A digital circuit which accepts two input bits, one input carry bit and generate some output, it's known as full adder. രണ്ട് ഇൻപുട്ട് ബിറ്റും ഒരു ക്യാരിയും ഇൻപുട്ട് ആക്കി എടുത്ത് ഔട്ട്പുട്ട് തരുന്ന ആളാണ് ഫുൾ ആഡർ. രണ്ട് ഇൻപുട്ട് മാത്രം എടുത്തിട്ട് ഒരു സമ്മും ഒരു ക്യാരിയും തരുന്ന ആളാണ് ഹാഫ് ആഡർ. രണ്ട് ഇൻപുട്ട് മാത്രം എടുത്തിട്ട് ഒരു സമ്മും ഒരു ക്യാരിയും തരുന്ന ആളാണ് ഹാഫ് ആഡർ. രണ്ട് ഇൻപുട്ടും ഒരു ക്യാരിയും എടുത്തിട്ട് ഔട്ട്പുട്ട് തരുന്ന ആളാണ് ഫുൾ ആഡർ. BCD ആഡർ എന്ന് പറയുന്നത് രണ്ട് ബൈനറി നമ്പേഴ്സിനെ എനി ലെങ്ത് ഉള്ള രണ്ട് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ BCD ആഡർ യൂസ് ചെയ്യുന്നത്. Which of the following flip-flop has an invalid state in the output when all inputs are high? എല്ലാ ഇൻപുട്സും ഹൈ ആവുന്ന സമയത്ത് ഇൻവാലിഡ് സ്റ്റേറ്റ് ഉള്ള ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഏത് എന്നാണ് ചോദിച്ചത്. വിച്ച് ഈസ് SR ഫ്ലിപ്പ്-ഫ്ലോപ്പ്. SR ഫ്ലിപ്പ്-ഫ്ലോപ്പും JK ഫ്ലിപ്പ്-ഫ്ലോപ്പും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. SR ഫ്ലിപ്പ്-ഫ്ലോപ്പ് ആണ് രണ്ട് ഇൻപുട്ട് ഹൈ ആവുന്ന സമയത്ത് ഇൻവാലിഡ് സ്റ്റേറ്റ് ഉള്ളത്. JK ഫ്ലിപ്പ്-ഫ്ലോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. അതാണ് JK ഫ്ലിപ്പ്-ഫ്ലോപ്പും SR ഫ്ലിപ്പ്-ഫ്ലോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. The maximum voltage that appears across a diode in full wave rectifier during its blocking state is called peak inverse voltage, PIV. Cut-in voltage എന്ന് പറയുന്നത് മിനിമം വോൾട്ടേജ് ടു കണ്ടക്ട് എ ഡയോഡ്. ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യാനുള്ള മിനിമം വോൾട്ടേജിനെയാണ് നമ്മൾ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. റിപ്പിൾ വോൾട്ടേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് റെക്ടിഫിക്കേഷൻ ആണ്. എത്ര DC കണ്ടന്റ് ഉണ്ട് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ACയിലേക്ക്, അതാണ് റിപ്പിൾ വോൾട്ടേജ്. Which of the following method are not used for triggering thyristor? തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് ഗേറ്റ് ട്രിഗറിങ്, രണ്ടാമത്തത് dV/dt ട്രിഗറിങ്, മൂന്നാമത്തത് തെർമൽ ട്രിഗറിങ്, നാലാമത്തത് ലൈറ്റ് ട്രിഗറിങ്. ഇങ്ങനെ 4 മെത്തേഡിലാണ് നമ്മൾ SCRനെ എന്ത് ചെയ്യുന്നത്, തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്യുന്നത്. ഇതിനകത്ത് dI/dt ട്രിഗറിങ് നമ്മൾ SCRന്റെ കേസിൽ അല്ലെങ്കിൽ തൈറിസ്റ്ററിന്റെ കേസിൽ യൂസ് ചെയ്യൂല. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ട്രിഗറിങ് ഓഫ് എ തൈറിസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. Question number 88. Which of the following is a bidirectional thyristor? Bidirectional ആയിട്ടുള്ള thyristor എന്ന് പറയുന്നത് ട്രയാക്ക് ആണ്. SCR means silicon controlled rectifier. IGBT is not a bidirectional. FET is not a bidirectional. ട്രയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് SCRനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഈക്വലന്റ് ആയിട്ട് കണക്ട് ചെയ്തതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രയാക്ക് എന്ന് പറയുന്നത്. Which of the following commutation method is employed in series inverter? കമ്മ്യൂട്ടേഷൻ മെത്തേഡ് ഇസ് എംപ്ലോയ്ഡ് ഇൻ സീരീസ് ഇൻവെർട്ടർ. ഈ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് AC to DC കൺവേർഷൻ അല്ല, തൈറിസ്റ്ററിന്റെ ടേൺ അല്ലെങ്കിൽ ടേൺ ഓഫ് എൻ SCRനെ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് സീരീസ് ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്ന കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ലോഡ് കമ്മ്യൂട്ടേഷൻ ആണ്. Which of the following is a DC regulated power supply that perform only step down of the voltage? സ്റ്റെപ്പ് ഡൗൺ മാത്രം ചെയ്യുന്നത് ബക്ക് കൺവെർട്ടർ, സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് ബൂസ്റ്റ് കൺവെർട്ടർ. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതാണ് സൈക്ലോ കൺവെർട്ടർ, സീക്വൻസി ചെയ്യുന്നതാണ് സൈക്ലോ കൺവെർട്ടർ. കുക്ക് കൺവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ക് ബൂസ്റ്റ് കൺവെർട്ടറിനെയാണ് നമ്മൾ കുക്ക് കൺവെർട്ടർ എന്ന് പറയുന്നത്. Which of the following consists of a mechanical valve operated through electrical coil കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിക്കൽ വാൾവ് എന്ന് പറയുന്നത് സോളിനോയിഡ് വാൽവ് ആണ്. ഇതെല്ലാം മെക്കാനിക്കലാണ്, പ്യുവർ മെക്കാനിക്കൽ ആണ്. പ്ലഗ് വാൽവ്, ന്യൂമാറ്റിക് വാൽവ്, ഹൈഡ്രോളിക് വാൽവ് എല്ലാം മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് ആണ്. ഇലക്ട്രിക്കൽ കോയിൽ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന വാൽവാണ് സോളിനോയിഡ് വാൽവ്. അതുകൊണ്ടാണ് അതിന് സോളിനോയിഡ് വാൽവ് എന്ന് പറയുന്നത്. Which of the following starter is most economically and suitable for starting of 3.0 kV SCIMS up to 5 kV? Up to 5 HP വരുന്ന സ്റ്റാർട്ടർ എന്ന് പറയുന്നത് DOL സ്റ്റാർട്ടർ ആണ്. അപ് ടു 5 HP വരെയാണ് DOL സ്റ്റാർട്ടർ ആണ്. 2 പോയിന്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് DC സീരീസ് മോട്ടറിനാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് നോർമലി യൂസ് ചെയ്യുന്നതാണ്. മോർ ദാൻ 5 HP ആണെങ്കിൽ നമ്മൾ നോർമലി സ്റ്റാർട്ടറാണ് പ്രിഫർ ചെയ്യാറുള്ളത്. 93. Two motors A and B are operated such a way that motor B should be start only after the motor A started. രണ്ട് മോട്ടർ ഉണ്ട്, അതിൽ A സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ B സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന which of the following arrangement is correct in the operation? Insert normally open conductor A in series with the conductor and coil B.
നോർമലി ഓപ്പൺ കോണ്ടാക്ടർ ഇൻ എ, അതായത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ക്ലോസ്ഡ് ആവും, ആവുന്ന സമയത്ത് എ ആദ്യം വർക്ക് ചെയ്യും, ദെൻ ബി വർക്ക് ചെയ്യും. ഇത് കറക്റ്റ് ആണ്. ഇൻസെർട്ട് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ടർ ഫോർ കോണ്ടാക്ടർ എ, അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എ സ്റ്റോപ്പ് ആവും, എ വർക്ക് ചെയ്യില്ല. ഇൻസെർട്ട് നോർമലി ഓപ്പൺ കോണ്ടാക്ടർ ഫോർ ബി, അങ്ങനെ സമയത്ത് ബി ആണ് ആദ്യം വർക്ക് ചെയ്യുക. നമ്മളോട് പറഞ്ഞത് എ ആണ് ആദ്യം വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ഓൺലി 1. Which of the following sequence of the connection is correct about AC motor control circuit? AC motor control circuitന്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈന് വരണം, അതിനുശേഷം ഫ്യൂസ് വരണം, അതിന് നോർമലി ക്ലോസ്ഡ് പുഷ് ബട്ടൺ വരണം, അതിനുശേഷം നോർമലി ഓപ്പൺ പുഷ് ബട്ടൺ വരണം, ദെൻ ഓവർലോഡ് റിലേ വരണം, അതിനുശേഷം റിലേ കോയിൽ വരണം, എന്നിട്ട് തിരിച്ച് ന്യൂട്രൽ വഴി ലൈനിലേക്ക് തിരിച്ചു വരണം. ഇതാണ് ഓർഡർ. ഓപ്ഷൻ 1, ഓൺലി 1. Which of the following relay has the inverse time current characteristics? Inverse time characteristics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോയിങ് ആക്ച്വേറ്റിംഗ് ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ടൈമും ഇൻവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻവേഴ്സ് ടൈം കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇൻവേഴ്സ് കറണ്ട് ITC, ഇൻവേഴ്സ് ടൈം കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഓവർ കറണ്ട് റിലേയിലാണ്. എ ലിമിറ്റ് സ്വിച്ച് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ, നമ്മൾ പറഞ്ഞിരുന്നു ലിമിറ്റ് സ്വിച്ച് എന്ന് പറയുന്നത് മോട്ടറിൻ്റെ കൺട്രോൾ സർക്യൂട്ടിൽ വരുന്നതാണ്. എന്ത് കൺട്രോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ മോഷനെയും സർക്കുലർ മോഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മോട്ടറിൻ്റെ മോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് മീൻസ് ബോത്ത് എ ആൻഡ് ബി. എ 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് സെഡ് ടു ബി ഓപ്പറേറ്റഡ് ഇൻ എ സിംഗിൾ ഫേസിംഗ് കണ്ടീഷൻ. സിംഗിൾ ഫേസിംഗ് കണ്ടീഷൻ ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് മോട്ടറിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയി പോവുകയാണെങ്കിൽ ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ് സിംഗിൾ ഫേസിംഗ്. ഒരു ഫേസ് ഡിസ്കണക്റ്റ് ആയി പോകുന്നതിന്, ഒരു ഫേസിൽ വർക്ക് ചെയ്യുന്നതിനെയല്ല, ഒരു 3-phase മോട്ടറിനകത്ത് നിന്ന് ഒരു ഫേസ് ഡിസ്കണക്റ്റ് ആയി പോയാൽ, എന്തെങ്കിലും കാരണവശാൽ ഡിസ്കണക്റ്റ് ആയി പോയാൽ അതിനെ പറയുന്ന പേരാണ് സിംഗിൾ ഫേസിംഗ്. സിംഗിൾ ഫേസ് സപ്ലൈ ടു ദ മോട്ടർ അല്ല, സിംഗിൾ ഫേസ് സപ്ലൈ ചെയ്യുന്നതല്ല. റൈറ്റ്. 1 of the 3 ഫ്യൂസ് ഓഫ് ദ സപ്ലൈ ബ്ലോൺ. ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഫേസ് പോയി. ഓൺലി 2 phases ആർ സപ്ലൈ ടു ദ മോട്ടർ, അതും കറക്റ്റാണ്. 2 ഫേസിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ഫേസിംഗ് എന്ന് പറയുക. അതായത് 2 ഫേസ് കൊടുത്തിട്ട് അങ്ങനെയല്ല, ഒരു ഫേസ് മിസ്സാവുന്ന സിറ്റുവേഷനെയാണ് സിംഗിൾ ഫേസിംഗ് എന്ന് പറയുന്നത്. ഓൺലി 2 and 3. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 98. Which of the following single phase electric drive offers 4 quadrant operation? 4 quadrant ഓപ്പറേഷനിൽ ചെയ്യുന്ന കൺവേർട്ടർ എന്ന് പറയുന്നത് ഫുൾ കൺവേർട്ടർ ഡ്രൈവ് ആണ്. ഫുൾ കൺവേർട്ടർ ഡ്രൈവ് ആണ് നമ്മളുടെ ഫുൾ ഡ്രൈവ് കൺവേർട്ടർ അല്ല. ഫുൾ ഡ്രൈവ് കൺവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബാക്ക് ടു ബാക്ക് ആയിട്ട് 2 1 quadrant കൺവേർട്ടർ കണക്ട് ചെയ്യുന്നതാണ് ഫുൾ ഡ്രൈവ് കൺവേർട്ടർ എന്ന് പറയുന്നത്. 1 quadrant മാത്രം വർക്ക് ചെയ്യുന്നതാണ് സെമി ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. സെമി ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 quadrant വർക്ക് ചെയ്യുന്നതാണ് സെമി കൺവേർട്ടർ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മൾ 2 സെമി കൺവേർട്ടർ ഡ്രൈവിനെ കണക്ട് ചെയ്താലാണ് ഫുൾ കൺവേർട്ടർ എന്ന് പറയാം. ഡ്യുവൽ കൺവേർട്ടർ ഡ്രൈവറാണ് നമുക്ക് 4 quadrantലും ഓപ്പറേറ്റ് ചെയ്യുന്ന കൺവേർട്ടർ എന്ന് പറയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ SCIM ഡ്രൈവ്സ്? SCIMൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡ്രൈവിനകത്ത് യൂസ് ചെയ്യാത്തത് ഇതാണ്. നോർമലി സ്ക്വിറൽ കേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് V/F അല്ലെങ്കിൽ ഫ്രീക്വൻസി കൺട്രോൾ, സ്റ്റാർട്ടർ വോൾട്ടേജ് കൺട്രോൾ ഒക്കെയാണ്. സ്റ്റാർട്ടർ ഫ്രീക്വൻസി കൺട്രോൾ വരും, സ്റ്റാർട്ടർ വോൾട്ടേജ് കൺട്രോൾ വരും, VVF കൺട്രോൾ. സ്ലിപ്പ് എനർജി റിക്കവറി കൺട്രോൾ മെത്തേഡ് നമ്മൾ SCIMൽ അല്ലെങ്കിൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് യൂസ് ചെയ്യാറില്ല. Which of the following device is most suitable for volt per hertz speed control of high power induction motor drive? Volt per nothing but V/F control. അതിനാണ് വോൾട്ട് പെർ ഹെഡ്സ് എന്ന് പറയാം. വോൾട്ട് പെർ ഹെഡ്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൺട്രോൾ. ഏറ്റവും ബെസ്റ്റ് ഏതാണോ? ഫ്രീക്വൻസി കൺവേർട്ടറാണ്, സൈക്ലോ കൺവേർട്ടർ. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഈ 100 ക്വസ്റ്റ്യൻസ്. ഈ 100 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്ത് മറ്റു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യുന്ന മാതിരി നമുക്ക് കൂടുതലായിട്ട് മറ്റ് 4 ഓപ്ഷൻസ് ഒന്നും പറയാനില്ല. കാരണം ഇത് ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അപ്ലിക്കേഷൻ ലെവലിലോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ ഇതിനകത്ത് എക്സ്ട്രാ കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. ഇത് ആക്ച്വലി നിമി തന്നെയാണ്, നിമി ബേസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാവാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ടഫായത്, അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഹയർ ലെവലിലേക്ക് വന്നത്, അതായത് ഡിപ്ലോമ ബേസിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഡിപ്ലോമ ബേസിലേക്ക് ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.